നമസ്കാരം. അമ്മ മലയാളം ഗ്ലോബൽ TV ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഞാൻ റസീന. ഈ പുതുവത്സരത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് പുതിയൊരു പരിപാടിയുമായിട്ടാണ്. അക്ഷരപ്പുരലി. അറിവിൻ്റെ ലോകത്തിൻ്റെ താക്കോലാണ് അക്ഷരങ്ങൾ. വായനയാവട്ടെ ആ ലോകത്തിലേക്കുള്ള വാതിലും. ഇതിൻ്റെ ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രവാസിയായ എഴുത്തുകാരുടെ പുസ്തകങ്ങളെയാണ്. ഇതിൻ്റെ ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് പ്രവാസിയായ എഴുത്തുകാരുടെ പുസ്തകങ്ങളുമായിട്ടാണ്. ഒരുപക്ഷെ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പുസ്തകങ്ങളാവാം. അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, അനുഭവങ്ങൾ, വായിച്ചിട്ടും മനസ്സിൽ നിന്ന് പടിയിറങ്ങി പോരാത്ത കഥാപാത്രങ്ങൾ. നമുക്ക് അതിൻ്റെ വരികളിലൂടെ ഒരു യാത്ര പോയാലോ? അപ്പോൾ എല്ലാവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. വായിക്കുന്ന പലരും കേട്ട് കേൾവിയുള്ളൊരു ചോദ്യമാവാം, ഈ കഥയും നോവലൊക്കെ വായിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ആ സമയത്ത് വേറെ വല്ല പണിയും ചെയ്തുകൂടെ അല്ലേ? പക്ഷേ പുസ്തകങ്ങളെ, അക്ഷരങ്ങളെ അഗാധമായി പ്രണയിക്കുന്ന നമ്മൾക്കല്ലേ അറിയൂ, നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുകയല്ല, അതിൽ ജീവിക്കുകയാണെന്ന്. അങ്ങനെ വായിച്ചിട്ടും മനസ്സിൽ നിന്ന് പടിയിറങ്ങി പോരാത്ത ഒരു പുസ്തകവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഈന്തദാർ. 2024 ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കൈരളി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഡോക്ടർ താഹിറ കല്ലുമുറിക്കൽ. 16 വർഷമായി പ്രവാസിയായി ജീവിക്കുന്ന അവരുടെ 3ാമത്തെ പുസ്തകമാണിത്. ആത്മാവിൻ്റെ കാവൽക്കാരൻ, ഈ സമയവും കടന്നു പോകുമാണ് മറ്റ് പുസ്തകങ്ങൾ. ഒരു വ്യത്യസ്തമായ പ്രണയ ശൈലിയാണ് ഈന്തദാർ. കാത്തിരിപ്പിൻ്റെ സൗന്ദര്യം. വിവിധ തലങ്ങളിൽ നാം പ്രണയത്തെ നിരീക്ഷിക്കാറുണ്ട്, പ്രണയത്തെ വായിക്കാറുണ്ട്. പക്ഷേ പ്രണയത്തിന് ഒന്നുചേരൽ മാത്രമെന്നൊരു അർത്ഥമില്ല. അഗാധമായ പ്രണയം കാത്തിരിപ്പിൻ്റെ സൗന്ദര്യം കൂടിയാണ്. പ്രണയം അനന്തമായ ഒരു മൗനമാണ്. അവ വാക്കുകളാൽ ഉച്ചത്തിൽ സംസാരിക്കുന്നവയല്ല. കണ്ണുകളാൽ പ്രണയിക്കുന്നവരുമുണ്ട്, പക്ഷേ പറയാതെ പോകുന്ന പ്രണയങ്ങളുമുണ്ട് അല്ലേ? അങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രണയ ശൈലിയെയാണ് ഈന്തദാർ പറയപ്പെടുന്നത്. ഈയിടെ ഞാൻ കേട്ടൊരു മനോഹരമായ ഉത്തരമുണ്ട്. അതിങ്ങനെയാണ്: പോകുന്ന യാത്രയാണോ എത്തേണ്ട സ്ഥലമാണോ പ്രധാനമെന്ന്? എന്നാൽ ഉത്തരം ഇങ്ങനെയാണ്: പോകുന്ന യാത്രയുമല്ല, എത്തേണ്ട സ്ഥലവുമല്ല, കൂടെ ആരാണുള്ളത് എന്നതാണ് പ്രധാനം. ശരിയല്ലേ? അടുത്തുള്ള അങ്ങാടിയിലാണെങ്കിലും അങ്ങ് ദൂരെയുള്ള അമേരിക്കയിലാണെങ്കിലും കൂടെയുള്ളവരാണ് ആ യാത്രയെ മനോഹരമാക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രണയവും യാത്രയും അനുഭവിച്ചവർക്ക് മാത്രം അറിയുന്നൊരനുഭൂതിയാണ്. പ്രണയത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നും 3 വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നും വന്ന് കാത്തിരിപ്പിൻ്റെ സൗന്ദര്യത്തിൻ്റെ മനോഹരത വർണ്ണിക്കുന്നൊരു കഥയാണ് ഈന്തദാർ. നോവലിൻ്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് സുഹൃത്തുക്കളായ 2 പേരുടെ മക്കൾ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന ആ സൗഹൃദത്തെ കാണിച്ചുകൊണ്ടാണ്. എന്നാൽ എന്നെ അതിശയിപ്പിച്ചത് ഈ നോവലിലെ ആദ്യ വരികളാണ്. ലൈലയുടെ ഉമ്മ രാത്രിയായിട്ടും ഉറങ്ങാതെ പുസ്തകത്തിൽ കുത്തിക്കുറിക്കുമ്പോൾ സുഹറ ലൈലയോട് ചോദിക്കുന്നുണ്ട്, ഈ രാത്രി നേരത്തും നീ എന്താണ് കുത്തിക്കുറിക്കുന്നത്? ലൈല അതിന് മനോഹരമായി ഉത്തരം പറയുന്നുണ്ട്. ആദ്യത്തെ അധ്യായത്തിലെ ഈ വരി വളരെ മനോഹരമായിട്ടാണ് കഥാകാരി വർണ്ണിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും അനുഗ്രഹമാണുമ്മ. ആ അനുഗ്രഹത്തിൻ്റെ ഓർമ്മകളിലാണ് നാം മുന്നോട്ട് ജീവിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ മക്കൾ മനസ്സിലാക്കാതെ പോകുന്നതും അതുതന്നെയല്ലേ? നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലും എത്ര അനുഗ്രഹീതമാണ് നമ്മൾ അല്ലേ? ഈ ഒരു അനുഗ്രഹത്തിൻ്റെ വരികളിലൂടെ നോവൽ ആരംഭിക്കുമ്പോൾ കഥയിലുടനീളം ചെറിയ കാര്യത്തിന് പോലും വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ അനുഗ്രഹത്തെ മുറുകെ പിടിച്ച് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രതീക്ഷയുടെ മുൾമുനയിൽ മുന്നോട്ട് നീങ്ങുന്നു. കഥ പിന്നെ മുന്നോട്ട് പോകുന്നത് ഫറൂഖ് കോളേജിൽ 80 കാലഘട്ടങ്ങളിൽ നടന്നൊരു ചെറിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അന്ന് ആ കാലഘട്ടത്തിൽ അറബ് നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു ചരിത്രമുണ്ടായിരുന്നു. അങ്ങനെ ഫറൂഖ് കോളേജിൽ 3 ചെറുപ്പക്കാർ അറബ് നാട്ടിൽ നിന്ന് വന്ന് പഠിക്കാനിടയാകുന്നു. അവരുടെ ക്ലാസ്സുകളിലേക്കാണ് ലൈല, ആമിന, പാറു വന്നു ചേരുന്നത്. ഇതിലെ ഇവരുടെ സൗഹൃദവും പ്രണയവും മറ്റും ഒന്നു ചേർന്ന് കൊണ്ടുപോകുന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് ഈന്തദാർ. ഇതിൻ്റെ 1ാമത്തെ അധ്യായത്തിൽ അവസാന ഭാഗത്ത് അന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ല, പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടാൻ വളരെ മടിച്ചു നിൽക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഖാദറും സൂറയും. അതിൽ ഖാദർ പറയുന്നൊരു വാചകമുണ്ട്: സൂറ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മോളാണ്, അവളുടെ ഇഷ്ടങ്ങളെ നമ്മൾക്കേ അറിയും. ഇന്നത്തെ എത്ര മാതാപിതാക്കൾ പറയും പെൺകുട്ടികളുടെ ഇഷ്ടങ്ങളെ നോക്കി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച്? വളരെ ചുരുക്കം പേർ. നമ്മൾ പെൺകുട്ടികളുടെ ഇഷ്ടങ്ങളെ എത്രത്തോളം മനസ്സിലാക്കി മുന്നോട്ട് പോയി അവരുടെ ജീവിതത്തിന് എത്രത്തോളം വെളിച്ചമുണ്ടാക്കണമെന്ന് കാണിച്ചു തരുന്നതും കൂടിയാണ് ഈ അധ്യായം അവസാനിക്കുന്നത് മറ്റൊരു വരിയിലൂടെയാണ്: മാതാപിതാക്കളുടെ ഈ പിന്തുണ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകുന്നു. അതുകൊണ്ട് തന്നെ അവർ നന്നായി പഠിക്കണമെന്ന് ഉറച്ച തീരുമാനത്തിലെത്തുന്നു. കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവരുടെ മുമ്പിൽ ഒരു മക്കളും വഴിപിഴച്ചു പോവില്ല. അതിന് ഉദാഹരണമാണ് ലൈല.
തൻ്റെ പ്രണയത്തെ അത്രമേൽ അഗാധമായി നെഞ്ചോട് ചേർത്ത് വെച്ചെങ്കിലും പിന്നീട് ആ പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോയി അവൾ അതിൻ്റെ മാതൃകയായി ഈ കഥയിൽ വർണ്ണിക്കുന്നുണ്ട്. കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇതിൽ പ്രണയം മാത്രമല്ല, ഇതിൽ ഒരുപാട് ബന്ധങ്ങളുടെ ആഴം പറയുന്നുണ്ട്. ഇതിൻ്റെ 3 വ്യത്യസ്തമായ രീതിയിൽ പ്രണയത്തെ പറയുന്നത് ലൈലയുടെ പ്രണയവും പാർവതിയുടെ പ്രണയവും എന്നെ അത്രമേൽ പിടിച്ചിരുത്തിയ റസിയ ജമാലിൻ്റെ പ്രണയവുമാണ്. പിന്നീട് കഥ മുന്നോട്ട് പോകുന്നത് ഫറൂഖ് കോളേജിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിഷയം, അറബിക്, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് അറബിക് ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടി പോകുന്ന 3 പെൺകുട്ടികൾ, ആമിന, ലൈല, പാർവതി. അവരുടെ കൂടെ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സായി എത്തുന്ന അറബ് രാജ്യങ്ങളിലെ 3 യുവാക്കൾ, സെയ്ദ്, അമൻ, താരിഖ്. ഇവരുടെ പശ്ചാത്തലത്തിൽ കഥ മുന്നോട്ട് പോകുമ്പോൾ ഇതിലെ പ്രണയം കാണിക്കുന്നത് ലൈബ്രറിയിലൂടെ പുസ്തകങ്ങൾ പങ്കുവെച്ചും അതിൻ്റെ വരികളിലൂടെ പ്രണയത്തെ പങ്കുവെച്ചുമാണ് ലൈലയും സയ്യിദും പ്രണയിക്കുന്നത്. ഇത് പറയുമ്പോൾ ആരും ക്ലാസ്മേറ്റിലേക്ക് പോകരുത് കേട്ടോ. ക്ലാസ്മേറ്റിലെ പ്രണയം പോലെയല്ല. ഇതിൽ സയ്യിദ് കൈമാറുന്ന പ്രണയത്തിൻ്റെ ഒരു വശം കണ്ടെത്തുന്നത് പുസ്തകത്തിൻ്റെ വരികളിലൂടെയാണ്. അതിൽ സയ്യിദ് കൊടുക്കുന്ന ഒരു പ്രണയ പുസ്തകത്തിൻ്റെ വരികൾ അവൾ കുറിച്ചിടുന്നുണ്ട്. അത് അദ്ധ്യായത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നു: തനിച്ചാകുമ്പോൾ സ്നേഹിക്കാനായി ഞാൻ നിന്നെ മാത്രം തേടി. കാരണം ആ ഒറ്റപ്പെടൽ വേറെ ആരും നിന്നിൽ അധികാരം സ്ഥാപിക്കാൻ വരില്ലെന്ന് എനിക്കറിയാം. ഞാനല്ലാതെ നിന്നെ വിദൂരതയിൽ നിന്നുകൊണ്ട് ആരാധിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ആ ദൂരം എൻ്റെ മനസ്സിൻ്റെ വേദനയുടെ കവചമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കുന്നു. ഇതിൽ എത്ര ആഴമായാണ് ലൈല സയ്യിദ് അറിയാതെ അവനെ പ്രണയിക്കുന്നത്. ഒരു പരിധി കഴിയുമ്പോൾ സയ്യിദിനും അവളെ ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട്. ഇവരുടെ കഥ അതീവ പ്രണയമായി മുന്നോട്ട് പോകുമ്പോഴാണ് ലൈലയുടെ ഉപ്പായുടെ സഹോദരി റസിയയ്ക്ക് അസുഖം ബാധിച്ച് അവർ ബോംബെയിലേക്ക് പോകുന്നത്. ലൈലയുടെ ആ വേർപാടിനെ സയ്യിദ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സയ്യിദും അമനും താരിഖും പാർവതിയും ആമിനയും കൂടി ബോംബെയിൽ ലൈലയെ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ടിതിൽ. അസുഖം ബാധിച്ച ലൈല ജമാൽ, അസുഖബാധിതയായ ലൈലയെ ജമാൽ അത്രയേറെ സ്നേഹത്തോടെയാണ് ശുശ്രൂഷിക്കുന്നത്. പ്രണയത്തിൻ്റെ മറ്റൊരു മുഖമായിരുന്നു ലൈല, റസിയ ആൻഡ് ജമാൽ. പ്രണയത്തിന് മറ്റൊരു അർത്ഥം പറയുന്ന റസിയ ജമാലിൻ്റെ പ്രണയം ഇങ്ങനെയാണ്: കടമയുടെയും കടപ്പാടിൻ്റെയും പേരിൽ ആകരുത് നിങ്ങൾ ഒരുമിക്കുന്നത്. കാലം എത്ര കഴിഞ്ഞാലും പ്രണയമില്ലാത്തിടത്ത് ഒരുമിച്ചൊരു ജീവിതം തിരഞ്ഞെടുക്കരുത്. ഇത് പറയുമ്പോൾ റസിയ ജമാൽ പ്രണയം എത്രമേൽ ആഴമാണെന്ന് നമുക്കറിയാം. അസുഖം ബാധിച്ചിട്ടും തൻ്റെ പ്രിയതമയെ കൈയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ജമാലിൻ്റെ പ്രണയം വളരെ മനോഹരമാണ്. ഞാൻ തേടിയതും വായിച്ചതുമല്ല രുചിച്ചതുമല്ല പ്രണയം, നീ എനിക്ക് കാട്ടിത്തന്നതാണെന്ന് റസിയയുടെ കണ്ണുകളിലൂടെ ജമാൽ വായിച്ചെടുക്കുന്നു. പ്രണയത്തിനും കാമത്തിനും പ്രത്യേക അർത്ഥമുണ്ടെന്നും റസിയ ജമാൽ പ്രണയം നമുക്ക് കാട്ടിത്തരുന്നു. ഇതിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ബഹളം വെച്ച് നടക്കുന്ന 2 കഥാപാത്രങ്ങളാണ് അമനും പാർവതിയും. അമൻ്റെയും പാർവതിയുടെയും പ്രണയം ആർക്കും മനസ്സിലാകാത്ത ഒരു വിദൂരതയായിരുന്നു. ക്ലാസ്സിലെ എല്ലാ അവസരങ്ങളിലും എല്ലാ പരിപാടികളിലും മുന്നിട്ടിറങ്ങുന്ന പാർവതിയും അമനും ആർക്കും ഒരു സംശയം തോന്നാത്ത സുഹൃത്തുക്കളായിരുന്നു. എവിടെയോ വഴിയുടെ പാതി മറവിൽ അവരുടെ പ്രണയം വളരെ മനോഹരമായി തന്നെ അവർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ഒരു സാഹചര്യത്തിൽ അമൻ പാർവതിയോട് തുറന്നു പറയുന്നുണ്ട് അവളോടുള്ള പ്രണയം. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഈന്തദാർ, കാത്തിരിപ്പിൻ്റെ സൗന്ദര്യം എന്നാണ്. നേടിയോ എന്നാൽ ഇല്ല, നഷ്ടപ്പെട്ടോ എന്നാൽ ഇല്ല എന്ന് പറയുമ്പോഴും പ്രണയത്തിൻ്റെ കാത്തിരിപ്പിനെ അത്രമേൽ മനോഹരമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് പാറുവിൻ്റെ പ്രണയം. അതും ഈന്തദാർ നമുക്ക് കാട്ടിത്തരുന്നു. ഈ പുസ്തകത്തിൽ എന്നെ ഏറെ ആകർഷിച്ചത് ഇവരൊന്നുമല്ല, ദ പ്യൂരിറ്റി ഓഫ് ലവ്, ആലിയ. ആലിയ എന്ന കഥാപാത്രം ഒരു പക്ഷേ നമ്മളൊക്കെ കൊതിക്കുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഇങ്ങനെ ആവണമെന്ന് കാട്ടിത്തരുന്നൊരു കഥാപാത്രമാണ്. ചെറിയ പ്രായത്തിൽ 17-ാം വയസ്സിൽ അല്ലെങ്കിൽ 10, 15, 16 ആ കാലഘട്ടത്തിൽ നമുക്ക് തോന്നുന്ന പ്രണയമല്ല, വീട്ടുകാർ പറഞ്ഞടിച്ചേൽപ്പിച്ച ഒരു പ്രണയത്തിൻ്റെ ഇരയായി മാറിയ ഒരു കഥാപാത്രമാണ് ആലിയ. ദ പ്യൂരിറ്റി ഓഫ് ലവ് എന്ന് തന്നെ ആലിയയെ വിശേഷിപ്പിക്കണം. കാരണം സയ്യിദ് അറബ് നാട്ടിൽ നിന്നും അവൻ്റെ വലിയൊരു കൊട്ടാരത്തിൻ്റെ ഒരു അവകാശിയായിരുന്നു സയ്യിദ്. അവൻ്റെ ഉപ്പാൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് ആലിയ. എന്നാൽ ആലിയയുടെ പ്രണയം അവൾക്ക് തോന്നിയതല്ല. വാപ്പയും ഉമ്മയും കുടുംബക്കാരും ചേർന്ന് സയ്യിദ് നിനക്കുള്ളതാണെന്ന് ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവൾക്ക് തോന്നിയ പ്രണയമാണ്. എന്നാൽ ഒരു സാഹചര്യത്തിൽ സയ്യിദ് അവളെ തള്ളിപ്പറയുമ്പോൾ തൻ്റെ തോൽവികളെ, അല്ലെങ്കിൽ തനിക്ക് എന്താണോ ഇല്ലെന്ന് സയ്യിദ് കാട്ടിക്കൊടുക്കുന്നത്, അതിൽ നിന്ന് അതിജീവിച്ച് അതിൽ നിന്ന് ശക്തിപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുന്ന ആലിയ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഇത് ആലിയയുടെ ഒരു കഥാപാത്രത്തെ നമുക്ക് ഇങ്ങനെയൊന്ന് വർണ്ണിക്കാം: എ ബ്യൂട്ടിഫുൾ എസ്കേപ്പ് ഫ്രം റിയാലിറ്റി.
മിണ്ടാൻ കൊതിക്കുന്ന ഒരാളോട് മിണ്ടാതെ പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ വലിയൊരു യുദ്ധം വേറെയില്ല. ശല്യമാവരുതെന്ന് കരുതി മിണ്ടാതെ മാറി നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളിൽ പലതും. ഈ വരികൾ എന്നെ അത്രയേറെ ആകർഷിച്ചത് ഈ വരിയും ഞാനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. കാരണം എത്രയോ സൗഹൃദങ്ങളിലും പ്രണയത്തിലും അല്ലെങ്കിൽ എത്രയോ മനുഷ്യരിൽ നിന്നും ഞാൻ മാറി നിന്നിട്ടുണ്ട്, കാരണം അവർക്ക് ശല്യമാകരുതെന്ന് കരുതി. അതുപോലെ ആലിയ മാറി നിൽക്കുമ്പോഴും സയ്യിദിൻ്റെ പ്രണയത്തിന് താൻ ഒരിക്കലും അവകാശിയല്ലെന്ന് ആലിയക്ക് അറിയാം. എന്നിട്ടും അവൾ ആ പ്രണയത്തെ അത്രമേൽ അഗാധമായി സ്നേഹിക്കുന്നു. ഒരു സാഹചര്യത്തിൽ ആലിയ അറബ് നാട്ടിൽ നിന്നും ആദ്യമായി പഠിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയായി മാറുന്നുണ്ട്. പിന്നീട് അവൾ മടങ്ങി വരുമ്പോൾ പഠനവും ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ് ഒരു ശക്തിയായ വുമണായി തിരിച്ചു വരുമ്പോഴും ആ ഒരു സ്ത്രീ കഥാപാത്രത്തെ എത്ര മനോഹരമായാണ് താഹിറ ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഒരു സാഹചര്യത്തിൽ ലൈലയെ സയ്യിദിന് മരണത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ആലിയയുടെ നാനി അവളോട് ചോദിക്കുന്നുണ്ട്, ഒരു പക്ഷേ പടച്ചോൻ ലൈലയെ തിരിച്ചു വിളിച്ചത് സയ്യിദിനെ നിനക്ക് തരാനായിരിക്കും അല്ലേ ആലിയ? അല്ല. ലൈല മനോഹരമായ ഉത്തരം പറയുന്നുണ്ട്, അല്ല, സയ്യിദിൻ്റെ പ്രണയമാണ് ലൈല. ഒരിക്കലും ഞാൻ സയ്യിദിനെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ പ്രണയം യഥാർത്ഥമാണ്, ആത്മാർത്ഥമാണ്. അതിനു വേണ്ടിയാണ് എന്തിനാൽ ഞാൻ വിമർശിക്കപ്പെട്ടോ, എന്തിനാൽ ഞാൻ തള്ളപ്പെട്ടോ അത് ഞാൻ നേടിയെടുത്തത്. ഇത്രമേൽ മനോഹരമായ ആലിയയെ എങ്ങനെ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചു മറക്കാൻ പറ്റും? ആലിയയുടെ നഷ്ടപ്രണയത്തെ അവളുടെ വാപ്പ തന്നെ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ മുറിയിൽ കയറിയ അവളുടെ വാപ്പ ഒരു സാഹചര്യത്തിൽ അവൾ എഴുതിയ ഒരു ഡയറി വായിക്കാൻ ഇടയാവുന്നുണ്ട്. അതിൽ എൻ്റെ മനസ്സിൽ വളരെ വേദനയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വരികൾ: പ്രിയപ്പെട്ടവനെ, വാരിയല്ലുകൾ കൂട്ടി സൃഷ്ടിക്കപ്പെട്ടവരെയാണത്രേ നമുക്ക് ഇണയായി കൽപ്പിച്ചിട്ടുള്ളത്. ഈ ജന്മത്തിലെ പ്രണയത്തിൻ്റെ തുടക്കവും ഒടുക്കവും നീ എൻ്റെ റൂഹിൽ അലിഞ്ഞു ചേരുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ജന്മം ഞാൻ എൻ്റെ പ്രണയത്തെ വിധിക്ക് വിട്ടു നൽകിക്കൊണ്ട് ജന്മവും ജീവിതവും നൽകിയവനോട് നിൻ്റെ മഹറിൻ്റെ അവകാശിയായി ഇണയായി പിറവിയെടുക്കാൻ ഒരു ജന്മം കൂടി ഞാൻ കടം ചോദിക്കും. എന്നിട്ടെനിക്ക് പിറവിയെടുക്കണം നിൻ്റെ മഹറിൻ്റെ അവകാശിയായി, നിൻ്റെ വാരിയലിൻ്റെ പകുതിയോട് ചേർത്ത് വെച്ച് തന്നെ. എന്തൊരർത്ഥവതിയായിട്ടാണ് താഹിറ ഈ വരികൾ കുറിച്ചിട്ടുള്ളത്. ഈ കഥ അവസാനിക്കുമ്പോൾ ആലിയ ഒരിക്കലും സയ്യിദിൻ്റെ മഹറിൻ്റെ അവകാശിയാവുന്നില്ല. എന്നിട്ടും വളരെ അഗാധമായി ഈ പ്രണയത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈന്തദാറിൻ്റെ മനോഹരത തന്നെ ആലിയയാണ്. മരുഭൂമിയിൽ നിന്ന് ആലിയ ഒറ്റപ്പെട്ടിരുന്ന സയ്യിദിന് ഒരുപാട് കത്തുകൾ എഴുതുന്നുണ്ട്. പക്ഷെ ആ കത്തുകളിലൊന്നും സയ്യിദ് മറുപടി അയക്കുന്നില്ലെന്ന് അറിഞ്ഞിട്ടും അവൾ ആ കത്തെഴുത്ത് തുടരുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു വേദനയും പ്രണയത്തിൻ്റെ മറ്റൊരു തലവും നമുക്ക് കാണാൻ കഴിയും. സാധാരണ ഒരു പ്രണയ ശൈലിയിലല്ല ഈന്തദാർ കുത്തിക്കുറിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അവസാന വരിയിൽ ലൈലയുടെ ഒരു കത്തുണ്ട്: ഒരുമിച്ചുള്ള ജീവിതം എന്നതല്ല സയ്യിദ് ഭൂമിയിൽ പ്രണയത്തിൻ്റെ പൂർണ്ണത എന്നത്. നിന്റെ അരികിൽ ഞാനില്ല എന്നു കരുതി ഞാൻ നിന്റെ പ്രണയമല്ലാതാവുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ നീയും ഞാനും എവിടെ ഇരുന്നാലും നമ്മുടെ മനസ്സിൽ ഓർമ്മ അവശേഷിക്കുന്നിടത്തോളം കാലം നാം എന്നും പ്രണയത്തിലാണ്. മരണത്തിനും ഒരു പ്രണയമുണ്ട്. മരണത്തിനും പ്രണയമുണ്ടെന്ന് കാട്ടിത്തന്ന ഈന്തദാർ കാത്തിരിപ്പിൻ്റെ പ്രണയം തന്നെയാണ്. ഈ പുസ്തകത്തിൻ്റെ തുടക്കം അനുഗ്രഹമാണെന്ന് പറഞ്ഞ ലൈലയും കാത്തിരിപ്പിനാൽ ഞാൻ കാത്തിരിക്കുകയാണെന്ന്, കാത്തിരിപ്പിൻ്റെ സൗന്ദര്യമാണെന്ന് നിങ്ങൾ പറയുന്ന അറബിയിൽ പറയുന്ന ഈന്തദാർ എന്ന് പറയാതെ പറഞ്ഞു വെച്ച പാറുവിൻ്റെ പ്രണയവുമാണ് ഈ പുസ്തകത്തിൻ്റെ മനോഹാരിത. എനിക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെടാൻ ഇതാണ് കാരണം. ഈന്തദാർ, നമ്മൾ സാധാരണ പ്രണയങ്ങൾ വായിക്കാറുണ്ട്, പക്ഷേ ഈന്തദാറിൻ്റെ പ്രണയം ഒരു വ്യത്യസ്തതയാണ്. 3 കഥാപാത്രങ്ങൾ, 3 ജീവിത കഥാപാത്രങ്ങളും 3 വ്യത്യസ്ത ജീവിത കഥാപാത്രങ്ങളാണ് ഇതിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. റസിയ ജമാൽ പ്രണയം, ആലിയയുടെ പ്രണയം, ലൈല സയ്യിദിൻ്റെ പ്രണയം, പാറു അമൻ്റെ പ്രണയം. ഇതിൽ ലൈലയുടെ പ്രണയം തികച്ചും ഒറ്റപ്പെട്ട ഒരു പ്രണയമാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കുറികൊള്ളുന്നത് ലൈലയുടെ പ്രണയമാണ്. ഇതിൻ്റെ അവസാനം ഇങ്ങനെയാണ്: പരിമിതികളില്ലാത്ത പ്രണയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആലിയയ്ക്ക് പ്രണയം അത്രമേൽ മനോഹരമായത്. മഹറിൻ്റെ അവകാശിയല്ലാതിരുന്നിട്ട് പോലും അവൾ ആ പ്രണയത്തെ അത്രമേൽ അമാനത്തായി കാത്തു സൂക്ഷിക്കുന്നു. നേടിയോ എന്ന ചോദ്യത്തിന് ഇല്ല, എന്നാൽ നഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിന് അതുമില്ല എന്ന് പറയുമ്പോൾ പാറുവിൻ്റെ കണ്ണിൽ കാണുന്ന ആ പ്രണയവും കാത്തിരിപ്പിൻ്റെ സൗന്ദര്യമാണ്. സമൂഹം എത്ര തന്നെ കണ്ട് മുന്നോട്ട് ചിന്തിക്കാൻ നോക്കിയാലും പാറു അമൽ പ്രണയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ കണ്ടെത്താം. ഈന്തദാർ, കാത്തിരിപ്പിൻ്റെ സൗന്ദര്യം.
ഇതുപോലെ നിങ്ങളുടെ പുസ്തകങ്ങളും എനിക്ക് ഇതുപോലെ മനോഹരമായി വർണ്ണിക്കണമെന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൻ്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ പുസ്തകങ്ങളും ഇതുപോലെ നമുക്ക് വരികളിലൂടെ വായിച്ചറിയാം. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ശുഭദിനം നേരുന്നു. റസീന.